ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. അത്തത്തിന് തൃശ്ശൂരിൽ ഇത്തവണയും മെഗാ പൂക്കളം ഒരുങ്ങിയിരിക്കുകയാണ്. മണിക്കൂറുകൾ കൊണ്ടാണ് ഇത്രയും വലിയൊരു പൂക്കളം തീർത്തത്. വടക്കുന്നാഥ ക്ഷേത്രത്തിന്റെ തെക്കേ ഗോപുര നടയിൽ നിന്ന് ജേസൺ ചാമോളപ്പിൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ജേസൺ, ആഘോഷം അത് ഏതു കാര്യത്തിലാണെങ്കിലും കാണണമെങ്കിൽ തൃശ്ശൂരിൽ തന്നെ എത്തണമെന്നുള്ളതാണ്. വലിയ അത്തപ്പൂക്കളം ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കതിന്റെ കാഴ്ചകളും വിവരങ്ങളും വേണം ജേസൺ. മാധു, തീർച്ചയായും മത്തം തുടങ്ങിയിരിക്കുന്നു. തൃശ്ശൂരിലെ നേരത്തെ മാധു സൂചിപ്പിച്ച പോലെ ഏത് ആഘോഷങ്ങളും തൃശ്ശൂർ ആർഭാടപൂർവമായ ആഘോഷങ്ങളാണ്. ഇപ്പോൾ തെക്കേ ഗോപുരനടയിലാണ് മെഗാ പൂക്കളം ഒരുങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾക്ക് പോയി വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതാണ് ഈ മെഗാ പൂക്കളം. അങ്ങനെ ഓരോ വർഷം കഴിയും തോറും അതങ്ങനെ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. തെക്കേ ഗോപുരനട എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്ന കുടമാറ്റം നടക്കുന്നതാണ്. വർണ്ണാഭമായ കുടമാറ്റം നടക്കുന്ന അതേ തെക്കേ ഗോപുരനടയിലാണ് വർണ്ണാഭമായ ഒരു മെഗാ പൂക്കളം ഒരുങ്ങിയിരിക്കുന്നത്. നിരവധി പേരാണ് രാവിലെ തന്നെ കാണാൻ. സംഘാടകരും നമ്മോടൊപ്പം ശരിയാണ്. അഡ്വക്കേറ്റ് ഷോബി, ഇതിൻ്റെ ഒരു ചരിത്രം എന്താണ്? ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിൻ്റെ പ്രത്യേകത 18 വർഷം മുമ്പ്, ഞാൻ കഴിഞ്ഞ തവണയും റിപ്പീറ്റ് ചെയ്തതാണ്, ജെയ്സണും ഞാനും എല്ലാവരും എടുക്കുന്ന ഒരു സൗഹൃദ സംഘം ഒരു ചെറിയൊരു ആശയം മുന്നോട്ട് വെച്ചു. അത് നമ്മൾ പലവർത്തേക്ക് അവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് പിടിച്ചു നിൽക്കേണ്ടി വന്നിട്ടില്ല. അവിടെ നിന്ന് അങ്ങോട്ട് വളർച്ച മാത്രമായിരുന്നു. ഇന്നിപ്പോൾ ഇത് കഴിഞ്ഞ തവണ 60 അടിയാണെങ്കിൽ ഈ തവണ 62 അടി. അങ്ങനെ ഒരു പ്രോഗ്രസീവ് റേഷ്യോ വെച്ചിട്ട് നമ്മളിത് വലുതാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ജനമനസ്സുകളിലും ഇത് ആവേശം കുത്തിച്ചേരിപ്പിക്കും. ഇതിൽ നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ, വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങുമ്പോൾ ചെറിയ പൂക്കളായിരുന്നു, ആളുകളൊന്നും കാര്യമായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇത് പുലർച്ചെ മുതൽ തന്നെ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പുലർച്ചെ മുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പുലർച്ചെ 3 ദിവസമായിട്ട് ആളുകൾ വന്നു. ഇന്നലെ പൂ വെട്ടുവാനും തിരുവനന്തപുരം മുതൽ പല ജില്ലകളിൽ നിന്ന് തൃശ്ശൂർ നഗരം സന്ദർശിക്കാൻ വരുന്നവർ പോലും ഈ പൂക്കളത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കി പൂ വെട്ടാൻ പങ്കാളികളാകുകയാണ്. അങ്ങനെയാണ് ഇത് ഞങ്ങൾ വലിയൊരു ജനപങ്കാളിത്തം ഒരു ജനപങ്കാളിത്തം. ഇന്നിപ്പോൾ സൺഡേ ആയതിൻ്റെ ഒരു മാറ്റവുമുണ്ട്. വളരെയധികം ജനങ്ങൾ ഇതിനോട് സഹകരിക്കുന്നു. ഇത് മനസ്സിൽ കയറ്റി നടക്കുന്നു. ലോക മലയാളികൾ ചാനലിലൂടെ ഇത് ഉറ്റുനോക്കുന്നു. ഇതാണ് ഈ പൂക്കളത്തിൽ. സത്യത്തിൽ ഈ പുലിക്കളിയും അതുപോലെ തന്നെ പൂരം, ഇനിയിപ്പോൾ അതുപോലെ പൂക്കളം, അതിൽ 3 പാകൾ ചോദിച്ചു ചേരുന്ന ഒരു പരിപാടിയായി മാറി. തൃശ്ശൂരിന് സ്വന്തമായി പൂരമുണ്ട്, തൃശ്ശൂരിന് സ്വന്തമായി പുലിക്കളിയുണ്ട്. ഇന്നിപ്പോൾ തൃശ്ശൂരിന് സ്വന്തമായി ഒരു അത്തപ്പൂക്കളം കൂടി കൈവന്നിരിക്കുന്നു. ഇതിന് എത്ര ചെലവ് വരും? എത്രയ്ക്കാണ് പൂക്കൾ ഉപയോഗിക്കുന്നത്? ചെലവ് എന്നുള്ള ഒരു കണക്ക് ജെയ്സൺ അറിയാം. അത് നമ്മൾ ഇന്നേ വരെ സൂക്ഷിക്കേണ്ട ആവശ്യമില്ല. ഇന്ന് പൂവിന് 1 കിലോ ശരാശരി വില 600 രൂപയാണ്. 2000 കിലോ പൂവ് ഇൻറ്റു മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് അതിൻ്റെ കോസ്റ്റ് നമുക്ക് താങ്ങാവുന്നതിനപ്പുറമാണ്. ഒരുപാട് പേര് അധ്വാനം. ഇതിൽ അധ്വാനമാണത്. പൂവൊക്കെ തന്നെ വരും, ഇവിടെ പൂവൊക്കെ തന്നെ വരും. അതായത് മാധു ഈ പറഞ്ഞതുപോലെ തന്നെയാണ്, നിരവധി പേരാണ് ഇപ്പോൾ ഇവിടെ വന്നു നിൽക്കുന്നത്. നിരവധി പേരാണ് ഇത് കാണുന്നതിന് വേണ്ടി വന്നു നിൽക്കുന്നത്. എപ്പോൾ തുടങ്ങി ഈ പൂക്കളം ഇട്ട് തുടങ്ങാൻ? പുലർച്ചെങ്കിലും തുടങ്ങിയിട്ടുണ്ടാകണമല്ലോ. എത്ര പേര് ഇതിന്റെ ഭാഗമായിരുന്നു? ഏകദേശം 100-ലധികം പേര്. ഇപ്പം ഞാൻ പുലർച്ചെ ഓടാൻ വരുന്നതാണ് ഒരു 4:30. വരുമ്പോൾ ഇവിടെ പൂക്കളത്തിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. ഒരു കാലത്ത് ഞാനും പിന്നെ ഈ പറയുന്ന ഷോബി ഞങ്ങളൊക്കെ കൂടി തുടങ്ങിയതാണ്. അന്ന് ഇത്ര വലിപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത് വികസിച്ച് വലിയൊരു പൂക്കളമായി മാറിയിരിക്കുന്നു. സ്വാഭാവികമായും നിരവധി പേർ കാണുന്നു. ശരത്തും അമ്മയും നമുക്കറിയാലോ. ശരത്തും ഇവരൊക്കെ രാവിലെ തന്നെ ഇവിടെ വന്നിട്ട് പിന്നെ തമ്പടിച്ചിട്ടുണ്ട്. ഈ തൃശ്ശൂരിന്റെ ഒരു പ്രത്യേകത ഈ പൂരം, പുലിക്കളി, പൂക്കളം, പായലാണല്ലോ എല്ലാ ഗെയിമും. എല്ലാ വലിയ ആഘോഷങ്ങളും തൃശ്ശൂരിൽ തന്നെ. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മൾ പറയുമ്പോൾ അത് എല്ലാവരും ഒരു തള്ളാന്ന് പറയും. പക്ഷെ എന്നാലും ലോകത്ത് ഇതുപോലൊരു ഇത്രയും ഭംഗിയുള്ളൊരു പൂക്കളം വേറെ എവിടെയെങ്കിലും ഉണ്ടാവും? എവിടെയെങ്കിലും അല്ലേ? അപ്പോൾ എനിക്ക് ഓക്കെ, അപ്പോൾ നമുക്ക് തെക്കേ ഗോപുര നടയിലെ മനോഹരമായ പൂക്കളത്തിന്റെ ദൃശ്യങ്ങളാണ് കാണാൻ കഴിയുന്നത്. അത്തം പിറക്കുമ്പോൾ കേരളം മുഴുവനും ചമഞ്ഞൊരുങ്ങുകയാണ് എന്നതാണ് അതിന്റെ പ്രത്യേകത. ഇവിടെ എറണാകുളത്ത് അത്തച്ചമയ ഘോഷയാത്ര അല്പസമയത്തിനകം തന്നെ ആരംഭിക്കും. തെക്കേ ഗോപുര നടയിൽ നിന്നുള്ള മനോഹരമായ പൂക്കളത്തിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മെഗാ പൂക്കളം എന്ന് പേരിട്ട് വിളിച്ചിരിക്കുന്നു. 100ഓളം ആളുകൾ ചേർന്നുകൊണ്ടാണ് രാവിലെ 4:30 മുതൽ ഇപ്പോൾ സമയം 8:45 പോവുകയാണ്. ഇതുവരെയും ചേർന്ന വലിയ പ്രയത്നം കൊണ്ടാണ് ഇത്രയും മനോഹരമായ ഒരു കാഴ്ചയ്ക്ക് അവിടെ അരങ്ങൊരുങ്ങിയിരിക്കുന്നത്.